മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അധപ്പതിച്ചാൽ യവന്മാരെ പോലെയുള്ള ഏറ്റവും നികൃഷ്ടമായ ജീവികളാകും. എടാ ആരിഫ് ഹുസൈനെ, നിനക്കൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലും ഒരു പ്രസ്താവന നടത്താൻ സാധിക്കുന്നത്? ഒരു മൃഗത്തിന് തൻ്റെ മാതാവ് അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ അതിനൊരു സങ്കടമുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പൂച്ചയെ വളർത്താറുണ്ട്, പട്ടിയെ വളർത്താറുണ്ട്, അങ്ങനെ തുടങ്ങി പല ജീവികളെയും നമ്മളൊക്കെ വളർത്താറുണ്ട്. ആ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളും മാതാവൊക്കെ നഷ്ടപ്പെടുമ്പോൾ എത്രയോ ദിവസങ്ങൾ അത് സങ്കടപ്പെട്ട് കിടക്കുന്നത് നമ്മളൊക്കെ കാണുന്നതല്ലേ. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത മൃഗങ്ങൾക്ക് ഇത്രയും സങ്കടമുണ്ടെങ്കിൽ ഒരു മൃഗത്തിനോട് പോലും ഇവന്മാരെ ഒന്നും ഉപമിക്കാൻ കഴിയില്ല. ഈ ലോകത്ത് ഏത് പടപ്പിനോട് സാദൃശ്യപ്പെടുത്തണമെന്ന് വരെ സംശയമാണ്. അത്രത്തോളം മലിനീകരിക്കപ്പെട്ട മനസ്സാണ്, ഹൃദയമാണ് ഇവരുടേത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പല സ്കൂളുകളിലും പല സദസ്സുകളിലും പല സാമൂഹിക ക്ലബ്ബുകളിലും ഒക്കെ ഈ ആരിഫ് ഹുസൈനെയും അതുപോലെ ഇവരുടെ ടീമിൽപ്പെട്ട പല ആളുകളെയും കൊണ്ടുവന്ന് ക്ലാസ് എടുക്കുന്ന പല ആളുകളുണ്ട്. ഇതൊക്കെ നിസ്സാരമല്ലേ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കുന്നതല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എന്ത് സന്ദേശമാണ് ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ളവരെ കൊണ്ട് എന്ത് സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്? ഇവരെയൊക്കെ വളർത്തി വലുതാക്കുന്ന നിങ്ങളാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ക്രൂരത ചെയ്യുന്ന ആളുകൾ. എന്താ അല്ലേ, ലോകത്ത് ഒരു മാതാപിതാക്കൾക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. പ്രപഞ്ചനാഥൻ നമുക്കൊക്കെ നല്ല മക്കളെ തരട്ടെ. ആ ഉമ്മയുടെ വേർപാടിൽ ഒരുപാട് സങ്കടമുണ്ട്. ആ അമ്മയുടെ പാരത്രിക ജീവിതം സന്തോഷമാകട്ടെ.